ഇപ്പോൾ WCCയുടെ കാര്യം പറഞ്ഞു. WCC വന്നതിന് ശേഷം ഇപ്പോൾ 9 വർഷമായി നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഒന്നാകെ പ്രതീക്ഷിച്ച ഒരു തരത്തിലുള്ള വിധി അല്ല വന്നിരിക്കുന്നത്. WCCക്ക് ഇനി മുന്നോട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇതിനകത്ത് WCCക്ക് ആ സ്ത്രീക്കൊപ്പം ഞങ്ങൾ കൂടെ ഉണ്ട്, നിൻ്റെ വേദനയെ ഷെയർ ചെയ്യാനായിട്ടുണ്ട് എന്ന് പറയുകയല്ലാതെ നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് WCCക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അത് നിയമവ്യവഹാരം കോടതിയിലെത്തി അതിൻ്റെ തെളിവുകൾ, കാരണം കോടതി ഇരിക്കുന്നത് ഇമ്മീഡിയറ്റ് നീതി തരാനല്ല, അതിൻ്റെ സംവിധാനങ്ങളിലൂടെ അത് പ്രൂവ് ചെയ്യണം. കുറ്റവാളിയാണെന്ന്, കുറ്റം ചെയ്ത ഒരു ആരോപിതനായ ഒരാൾ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെടാതെ കോടതിക്ക് ഒരു ഉത്തരവിടാനൊന്നും പറ്റില്ല. അപ്പോൾ കോടതിയുടെ മുന്നിൽ തെളിവുകളാണ് പ്രശ്നം. ആ തെളിവുകളെ അവിടെ കൃത്യമായി എത്തിക്കുന്നതിൽ നമ്മൾ വീഴ്ച വരാതെ നോക്കുക എന്നുള്ളതാണ്. അത് നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കൺസേൺ. അപ്പോൾ എനിക്കിതൊരു പുതുമയായിട്ടൊന്നും തോന്നുന്നില്ല. നമ്മൾ സിസ്റ്റർ അഭയ മുതൽ വളയർ കുഞ്ഞുങ്ങൾ വരെയുള്ള എല്ലാ കേസുകളും നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് ഇതുവരെ നടന്ന ബലാത്സംഗ കേസുകൾ, മർഡറുകൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള എന്തിനകത്തും നമുക്ക് ഒരു നീതി കിട്ടിയിട്ടുണ്ടോ? മരിച്ചുപോയ കുട്ടികൾക്കും ജീവിച്ചിരിക്കുന്ന അതിജീവിതമാർക്കും ഏതെങ്കിലും തരത്തിൽ നീതി കിട്ടിയിട്ടുണ്ടോ? ആകെ ആരോപിതനായ മനുഷ്യർ ഒട്ടും പ്രിവിലേജ്ഡ് അല്ലാത്ത ഒരു പുരുഷനാണെങ്കിൽ മാത്രമേ പെട്ടെന്ന് നീതിയുള്ളൂ, അല്ലേ? അതെ.